വന്ദനം. ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം ആധുനിക യുഗത്തിൽ വീര്യത്തിനുള്ള പ്രാധാന്യം എന്നുള്ളതാണല്ലോ. അതിനെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 1972 ആരംഭിച്ച JSBBS പിന്നിട്ട പാതയിൽ അനേകായിരം കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ ആധുനിക യുഗത്തിൽ സന്തോഷത്തിനും വിനോദത്തിനും മറ്റനേകം മാർഗങ്ങൾ ഉണ്ടായിരിക്കെ നാം എന്തുകൊണ്ട് VBSനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു? നിലവാരശാലയിലെ പഠനങ്ങളും പിരിമുറുക്കങ്ങളും കൊണ്ട് കലുഷിതമായിരിക്കുന്ന നമ്മുടെ മനസ്സിന് ക്രിസ്തേശ്വരിലുള്ള സ്വർഗീയ സന്തോഷം സ്വായത്തമാക്കി തരുവാൻ VBSനും അത് പകർന്നു തരുവാൻ ഇതിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും കഴിയുന്നു എന്നുള്ളതാണ് VBSന്റെ വിജയരഹസ്യം. ഈ ആധുനിക യുഗത്തിൽ VBS വഹിക്കുന്ന പങ്ക് അനുപേക്ഷണീയമാണ്. ആത്മീയമായ വളർച്ചയേക്കാൾ കൂടുതൽ ഭൗതിക നേട്ടങ്ങൾക്ക് ഈ ആധുനിക യുഗം മുൻതൂക്കം നൽകുന്നു. ഭൗതികമായ നേട്ടങ്ങൾക്ക് പിന്നാലെ പായുന്ന ഇവർ സ്വാർത്ഥതൽപരരാകുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിലെ ഞാൻ എന്റെ സഹോദരനെ കാവൽക്കാരനോ എന്ന ഗായന്റെ ഭൗതികമായ ചോദ്യം ഇന്നും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു. ഈ 10 ദിവസങ്ങളിൽ പാട്ടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ധ്യാനങ്ങളിലൂടെയും കഥകളിലൂടെയും പഠനങ്ങളിലൂടെയും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ദൈവാശ്രയ ബോധമുള്ളവരായി തീരുവാനും ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കുന്നു. ഈ ആധുനിക ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ കുടുംബ ജീവിത രീതി ഒന്ന് പരിശോധിച്ച് നോക്കാം. TV, കമ്പ്യൂട്ടർ മുതലായവയിൽ ആകൃഷ്ടരാണ് നമ്മളിൽ ഭൂരിഭാഗവും. സന്ധ്യ മയങ്ങുമ്പോൾ പ്രാർത്ഥനയുടെയും പാട്ടുകളുടെയും ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാകേണ്ട ഒരു അന്തരീക്ഷം ഇന്ന് പഠന രീതികൾ കൊണ്ടും മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടും കുട്ടികൾ ഏറെ പ്രയോജനപ്പെടുത്തുന്ന VBS ക്ലാസുകൾക്ക് മാത്രമേ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നു. മനുഷ്യനെ കാർന്നു തിന്നുന്ന വ്യക്തി ജീവിതങ്ങളെ തകർക്കുന്ന ഒരു അർബുദമായി മാറിയിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തകർന്നടിയുന്ന വ്യക്തികളും കുടുംബങ്ങളും അനവധിയാണ്. ചെറുപ്പകാലങ്ങളിൽ ലഭിക്കാത്ത വേദപഠനവും അതുവഴി അറിയാതെ പോകുന്ന ദൈവസ്നേഹവും കരുതലും മനുഷ്യനെ ലഹരി വസ്തുക്കളിലേക്ക് നയിക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു. VBSന്റെ തന്നെ മറ്റൊരു സവിശേഷത ധ്യാന പ്രസംഗങ്ങളാണ്. അതിലൂടെ ലഭിക്കുന്ന ഒരു പിടി നല്ല ഗുണപാഠ കഥകളുമായി പുറത്തിറങ്ങുന്ന തലമുറ ദൈവാശ്രയ ബോധമുള്ളവരായി സമൂഹത്തിന് നല്ല ഫലം തരുന്നു. ഈ അവധിക്കാല പഠനം കൊണ്ട് യേശുവിനെ അറിഞ്ഞ് സങ്കീർത്തനം 16:11 പറയുന്നത് പോലെ ജീവന്റെ വഴി തിരഞ്ഞെടുത്ത് നാശത്തിന്റെ വഴി വിട്ടുകളഞ്ഞ് വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊരുതി ജീവകിരീടം പ്രാപിക്കുവാൻ നാം പ്രാപ്തരാകും. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്ന ആത്മാവിന്റെ നല്ല ഫലങ്ങൾ പ്രാപിക്കുവാനും നാം പ്രാപ്തരാകും. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, തിരിച്ചറിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി. ഇതാണ് ഈ ആധുനിക യുഗത്തിന്റെ അവസ്ഥ. തീവ്രവാദവും നിരീശ്വരവാദവും ഉച്ചനീചത്വങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ ദൈവസ്നേഹത്തിന്റെയും ത്യാഗ മനോഭാവത്തിന്റെയും പരോപകാരത്തിന്റെയും സന്ദേശം നാളത്തെ പൗരന്മാരാകേണ്ട ഇന്നത്തെ വിദ്യാർത്ഥികളിൽ എത്തിച്ച് അതുവഴി സമൂഹത്തിൽ സന്തോഷവും സമാധാനവും സാധ്യമാക്കുന്ന JSBBS മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ജൂണിയറിൽ നിന്ന് ജോസ് രാമൻ വൈകിച്ചിനെ പ്രസംഗത്തിനായി ക്ഷണിച്ചു. ദൈവത്തിന് സ്തുതി. വീടുവല്ലവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവചനം എന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ചെയ്തിരിക്കുന്ന പ്രസംഗ വിഷയം ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്റെ എളിയ മനസ്സിൽ തോന്നിയ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാണ്. ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള ഒരാൾക്ക് ധാരാളം കടമകളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള ആൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിന്റെ നാമത്തിനായി നോക്കി പാർക്കുകയും വേണം. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്: ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായക. അതെ, ക്രിസ്തീയ ജീവിതം വളരെ സൗഭാഗ്യകരമായ ജീവിതമാണ്. അത് കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് വളരെ ആനന്ദകരമാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവത്തിൽ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് കുടുംബ പ്രാർത്ഥന. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പം എന്നാണ്. ആദ്യമായി കുടുംബം എന്ന വാക്ക് രൂപം കൊണ്ട
ജനിച്ചത് ഏതെന്നാണ്. മതത്തിൽ എക്കുള്ള പിതാവ്, മതത്തിലും മലക്കുമരത്തിലും ലേഖകരമായ ജീവിതത്തിൽ അടിമപ്പെട്ട തലമുറ. 128 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങളിൽ ഒരു കുടുംബത്തിലെ പിതാവ്, മാതാവ്, മക്കൾ എപ്രകാരമുള്ളവരായിട്ടെന്ന് പറയുന്നു. ദൈവത്തെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ നന്മവരും. അവന്റെ മഴ കൽപ്പതമായ മുന്തിരിവഴി പോലെയും അവന്റെ മക്കൾ മേച്ചുചുറ്റും ഒലിവതകൾ പോലെയും ഇരിക്കും. ഒരു നല്ല കുടുംബത്തിലെ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകകൾ ജീവിതം നയിക്കുന്നവരായിരിക്കണം. മാതൃകയ്ക്കുകയും ഭൂകളിക്കുകയും ചെയ്യുന്ന പിതാവിന് തന്റെ മകനെ ഉപദേശിക്കാൻ സാധിക്കില്ല. വൈദ്യുതി കിടക്കുന്ന മാതാവിന് മകനെ ഉപദേശിക്കാൻ സാധിക്കില്ല. അപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ മക്കൾ അവരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുകൊള്ളൂ. ജോലി കഴിഞ്ഞ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് എത്ര അനുഗ്രഹമായ അവസ്ഥയാണ്. 133 സങ്കീർത്തനം 1 വാക്യത്തിൽ പ്രകാരം കാണുന്നു. ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന തെറ്റുപോയിട്ട് മനോഹരമാവുന്നു. ഇതിന്റെ 3 വാക്യത്തിൽ അവിടെയല്ലോ യഹോവ അനുഗ്രഹ വിശ്വാസത്തെയും ജീവിതം കൽപ്പിക്കുമെന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം ആരും ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിരിക്കണം. എബ്രായരുടെ പുസ്തകം 1 അധ്യായം 15 വാക്യത്തിൽ പ്രകാരം കാണുന്നു. നിങ്ങൾ കൈ മാറ്റുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്രയുള്ള പ്രാർത്ഥന വെച്ചാലും ഞാൻ കേൾക്കില്ല. നിങ്ങളുടെ കൈ രക്തമായി നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ക്രിസ്തീയ ജീവിതം നയിക്കാത്ത ഒരാളുടെ ഭവനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവ് വേദപുസ്തകം വഴി നമ്മളെ പഠിപ്പിക്കുന്നു. എബ്രായരുടെ പുസ്തകം 1 അധ്യായം 16 വാക്യം നമ്മൾ പ്രകാരം കാണുന്നു. നിങ്ങളെ കൈയിൽ വെടുപ്പാക്കുകയും നിങ്ങളുടെ ദോഷത്തെ കണ്ണും നീക്കി കളയുകയും ന്യായം ചെയ്യാൻ പഠിക്കുകയും അനാഥരെ ന്യായം നടത്തി കൊടുക്കുകയും വിധവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പീഡിപ്പിക്കുന്നതിനെ നേർവഴിക്കാക്കുകയും യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു.